എൽമസ് ടൈലറിംഗ് വേൾഡിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മളൊരു സ്ലീവ്ലെസ് ബ്ലൗസ് വെട്ടി തയ്ക്കുന്നത് എങ്ങനെയാണ്, എന്തൊക്കെ വ്യത്യാസങ്ങളാണ് നമ്മൾ സാധാരണ ബ്ലൗസ് തയ്ക്കുന്നതിൽ നിന്നും സ്ലീവ്ലെസ് ബ്ലൗസ് തയ്ക്കുമ്പോൾ വ്യത്യാസം വരുത്തേണ്ടത് കട്ടിങ്ങിലും സ്റ്റിച്ചിങ്ങിലും ഒക്കെ എന്നാണ് ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ നോക്കുന്നത്. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോകാം. ഇത് നമ്മൾ സാരിയിൽ നിന്ന് മുറിച്ചതാണ്. സാരി വിത്ത് ബ്ലൗസ് ആയിരുന്നു. സാരിയിൽ നിന്ന് മുറിച്ചെടുത്തതാണ്. ഇതിൻ്റെ പ്രത്യേകത, ഒരു സൈഡിൽ വീതിയുള്ള കസവും ഒരു സൈഡിൽ വീതി കുറഞ്ഞ കസവുമാണ്. അപ്പം നമ്മൾ സ്ലീവ്ലെസ് ആയതുകൊണ്ട് തന്നെ നമുക്ക് ഈ ലേസ് നമ്മൾ ഉപയോഗിക്കുന്നില്ല. അത് കട്ട് ചെയ്ത് മാറ്റണം. നമുക്ക് നമ്മൾ ഒരു സൈഡിലെ കസവ് നമ്മൾ കട്ട് ചെയ്ത് മാറ്റിയിട്ടുണ്ട്. ഇനി നമുക്ക് രണ്ടാക്കി മടക്കിയിടാം. പുറകുവശം ആദ്യം നമുക്ക് കട്ട് ചെയ്യാം. ഈ സാരി ബ്ലൗസ് തയ്ച്ചു കഴിയുമ്പോൾ വേണ്ട ഇറക്കം 14 ഇഞ്ചാണ്. സ്ലീവ്ലെസ് തയ്ക്കുന്ന സാരി ബ്ലൗസിന്റെ പുറകുവശം നമ്മൾ ഓപ്പൺ ആണ് കൊടുക്കുന്നത്. പുറകുവശം ഓപ്പണും രണ്ട് വശം ഓപ്പൺ ഇല്ലാതെയാണ് തയ്ക്കുന്നത്. ഇത് നേഴ്സിംഗ് വിദ്യാർത്ഥിയുടെ ബ്ലൗസ് ആണ്. അപ്പോൾ ഒരു ഫംഗ്ഷന് വേണ്ടി നമ്മൾ തയ്ച്ചു കൊടുക്കുന്നതാണ്. ഇത് നമ്മൾ ബാക്ക് ഓപ്പൺ ആണ് തയ്ക്കുന്നത്. പിന്നെ പ്രിൻസസ് കട്ടുമാണ്. ഇപ്പോൾ സ്ലീവ്ലെസ്സും ആണ്. അപ്പോൾ നമുക്ക് എങ്ങനെയാണ് കട്ട് ചെയ്യുന്നത് നോക്കാം. അപ്പം ഇറക്കം നമുക്ക് വരുന്നത് 14 ഇഞ്ച്, വണ്ണം വരുന്നത് 31, വേസ്റ്റ് വണ്ണം വരുന്നത് 27, ആംഹോൾ റൗണ്ട് വരുന്നത് 14.5, നെക്ക് വരുന്നത് പുറകിൽ 6.5, ഫ്രണ്ടിൽ സെയിം ഇറക്കം തന്നെ 6 തന്നെ. ഷോൾഡറിന്റെ വീതി വരുന്നത് 13. ഇത്ര അളവുകളാണ് നമുക്ക് തന്നിട്ടുള്ളത്. അപ്പോൾ ഇത് വെച്ച് എങ്ങനെയാണ് നമ്മൾ കട്ട് ചെയ്യുന്നത് നോക്കാം. അടിവശം നമുക്കൊന്ന് ക്ലിയർ ആക്കി എടുക്കാം. നമുക്ക് 14 ഇഞ്ച് ഇറക്കമാണ് തയ്ച്ച് തീരുമ്പം കിട്ടുന്നത്. അപ്പം നമ്മൾ 1 ഇഞ്ച് ബാക്ക് ഓപ്പൺ ആയതുകൊണ്ടാണ് നമ്മൾ ഇങ്ങനെ 2 പീസായിട്ട് നമ്മൾ ഇടുന്നത്. ഇവിടെ ഓപ്പൺ ആണല്ലോ വരുന്നത്. അപ്പോൾ നമ്മൾ പ്രത്യേകം കട്ട് ചെയ്ത് കൊടുക്കണ്ട. അതുകൊണ്ടാണ് ഇങ്ങനെ ഇടുന്നത്. 15 നമ്മൾ ഇറക്കം എടുത്തു. നമ്മൾ വരച്ചു ഏർപ്പെടുത്തി. ഇനി നമുക്ക് ഷോൾഡർ വരുന്നത് 13 ഷോൾഡറിൻ്റെ ആകെ വീതി വരുന്നത്. അപ്പോൾ നമ്മൾ 6 ഇഞ്ച് കഴുത്തിറക്കം, 6.5 ഇഞ്ച് കഴുത്തിറക്കം കൊടുക്കുന്നുണ്ട്. നമ്മൾ 2 ഇഞ്ചാണ് കുറയ്ക്കുന്നത്. അപ്പം 13 2 പോകുമ്പോൾ നമുക്ക് 11 കിട്ടുന്നു. 11ൻ്റെ പകുതി എന്ന് പറയുന്നത് 5.5 ഇഞ്ചാണ്. അപ്പം നമ്മൾ 5.5 ഇഞ്ച് ഇവിടെ ഏർപ്പെടുത്തി. കഴുത്തിറക്കം വരുന്നത് 6.5 ഇഞ്ചാണ്. നമുക്ക് അകലം ഇവിടെ ഓപ്പൺ വരുന്നതുകൊണ്ട് തന്നെ നമ്മളിവിടെ 3 ഇഞ്ച് അകലം കൊടുക്കുന്നു. പടിയടിച്ച് കഴിയുമ്പോൾ അത് കറക്റ്റ് അളവിൽ വരും. നമ്മൾ മുകൾ വശത്ത് 2.5 ഇഞ്ച് നമുക്ക് വരച്ചെടുക്കാം. പുറകിൽ നമ്മൾ യു ആകൃതിയാണ് കൊടുക്കുന്നത്. യു കഴുത്താണ് പുറകിൽ നമ്മൾ യു കഴുത്താണ് കൊടുക്കുന്നത്. നമുക്ക് വരച്ചെടുക്കാം. നമ്മൾ കഴുത്തിൻ്റെ ഇറക്കം അടയാളപ്പെടുത്തി, വണ്ണം അടയാളപ്പെടുത്തി, അകലം അടയാളപ്പെടുത്തി യു വരച്ചിട്ടുണ്ട്. ഇനി നമുക്ക് കൈക്കുഴി. അപ്പോൾ നമ്മൾ സ്ലീവ്ലെസ്സിന് കൈക്കുഴി കട്ട് ചെയ്യുമ്പോൾ നമ്മൾ കൈയില്ലാത്തതുകൊണ്ട് തന്നെ, നമ്മൾ കൈ കൊടുക്കുന്നില്ലാത്തതുകൊണ്ട് തന്നെ നമ്മൾ അതിൻ്റെ കൂടെ ലൂസ് ചേർക്കാറില്ല. അപ്പോൾ നമുക്ക് ഷോൾഡറിന് ഒരു 4 ഇഞ്ച് സ്ലോപ്പ് കൊടുക്കണം. അപ്പോൾ നമ്മുടെ 4 ഇഞ്ച് സ്ലോപ്പ് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് കൈക്കുഴിയുടെ ഇറക്കം നമ്മൾ 6 ഇഞ്ച് കൈക്കുഴിയുടെ ഇറക്കം കൊടുക്കുന്നു. വരയ്ക്കാം. നമുക്കിവിടെ ആംഹോൾ റൗണ്ട് വന്നിരിക്കുന്നത് 14.5 ഇഞ്ചാണ്. അതിൻ്റെ പകുതി എന്ന് പറയുന്നത് 7.25. 7.25. അപ്പോൾ നമുക്കിനി ചെസ്റ്റ് വണ്ണാണ് നോക്കേണ്ടത്. 31 ചെസ്റ്റ് വണ്ണം വരുന്നത്. അപ്പോൾ ചെസ്റ്റ് വണ്ണത്തിൻ്റെ കൂടെ 4 ഇഞ്ച് ലൂസ് കൂട്ടുമ്പോൾ നമുക്ക് 35 വന്നു.
35ന്റെ 4 ഭാഗം എന്ന് പറയുന്നത് 8.25. നമ്മളിവിടെ 8.25 അടയാളപ്പെടുത്തി. അടിവശത്തെ വേസ്റ്റ് വണ്ണമായിട്ട് വരുന്നത് 27 അപ്പം 4 വണ്ണം എന്ന് പറയുന്നത് 6.25. അപ്പോൾ നമ്മൾ അളവ് രേഖപ്പെടുത്തി നമുക്കത് വരച്ചെടുക്കാം. വരച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ഈ കൈക്കുഴി ഒന്ന് യു ഷേപ്പ് വരയ്ക്കാം. ഇനി നമുക്ക് ഈ കൈക്കുഴിയിൽ നമുക്ക് ഈ 7.25 കിട്ടുന്നുണ്ടോ നോക്കാം. അതായത് നമ്മുടെ ആം ഹോൾ റൗണ്ടിൻ്റെ 2-1 വൺ. അപ്പോൾ ഇവിടെ നമ്മൾ 1/2 ഇഞ്ച് കൈക്കുഴിയുടെ ഷോൾഡർ അടിച്ചെടുക്കാനായിട്ട് ഷോൾഡറിൻ്റെ സ്റ്റിച്ചിങ്ങിന് വേണ്ടിയിട്ട് നമ്മൾ തയ്യൽത്തുമ്പ് ഇട്ടിട്ടുണ്ട്. ഇനി നമുക്കത് നോക്കാം. അപ്പോൾ നമുക്കിവിടെ നോക്കേണ്ട ഇതുണ്ട്. 7.25 കൃത്യമായിട്ട് നമുക്കിവിടെ നമ്മുടെ അളവിനനുസരിച്ച് കൃത്യമായിട്ട് കിട്ടുന്നുണ്ട്. അപ്പോൾ ഈ കൈക്കുഴി നമുക്ക് കറക്റ്റായിട്ട് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് തയ്യൽത്തുമ്പ് കൂടെ ഇട്ടിട്ട് ഇത് കട്ട് ചെയ്തെടുക്കാം. നമ്മൾ സ്ലീവ്ലെസ് ബ്ലൗസ് വെട്ടുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത് ഷോൾഡറിന് സ്ലോപ്പ് കൊടുത്തിരിക്കുക. അതുപോലെ തന്നെ ആം ഹോൾ റൗണ്ടിൽ നമ്മൾ ലൂസ് ചേർക്കാതെ കൈക്കുഴി കട്ട് ചെയ്യുക. അത്രയും 2 കാര്യങ്ങളാണ് നമ്മൾ സ്ലീവ്ലെസ് കട്ട് ചെയ്യുമ്പോൾ നോക്കേണ്ടത്. അതായത് സ്ലോപ്പും കൈക്കുഴി ലൂസ് കൊടുക്കാതെ നമ്മൾ കൈക്കുഴി കട്ട് ചെയ്യുക. വേറെ ഏതൊരു ബ്ലൗസ് തയ്ച്ചാലും നമ്മൾ കൈക്കുഴിയുടെ കൂടെ ലൂസ് ആഡ് ചെയ്യണം. സ്ലീവ്ലെസ്സിന് മാത്രം നമുക്ക് കൈക്കുഴിയുടെ കൂടെ, അതായത് ആം ഹോൾ റൗണ്ടിൻ്റെ കൂടെ നമുക്കിന് ലൂസ് ചേർക്കേണ്ട ആവശ്യമില്ല. അപ്പോൾ ഇത് നമുക്ക് കട്ട് ചെയ്തെടുക്കാം. നമ്മൾ പുറകുവശം കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. 2 പീസായിട്ടാണ് നമ്മൾ കട്ട് ചെയ്തിട്ടുള്ളത്. ഇനി ലൈനിങ് കട്ട് ചെയ്തിട്ടുള്ളത്. ഇനി നമുക്ക് ഫ്രണ്ട് വശമാണ് കട്ട് ചെയ്യേണ്ടത്. അത് പ്രിൻസസ് കട്ടാണ് ചെയ്യുന്നത്. നമ്മുടെ ഫ്രണ്ട് വശം കട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് തുണി 2ആക്കി മടക്കിയിട്ട് അതിനുശേഷം ഈ പുറകു പീസ് നമ്മൾ ഇതിൻ്റെ മുകളിലേക്ക് എടുത്ത് വെച്ച് നമുക്ക് ഷോൾഡർ, കഴുത്ത് നമ്മൾ ഇത്ര അകലം കൊടുക്കുന്നില്ല. കാരണം ഇവിടെ നമ്മൾ പടി അടിക്കേണ്ടതുകൊണ്ടാണ് നമ്മൾ 3 ഇഞ്ച് അകലം കൊടുത്തിട്ടുള്ളത്. ഇവിടെ നമ്മൾ 2.5 ഇഞ്ചാണ് കഴുത്തിൻ്റെ അകലം കൊടുക്കുന്നത്. ഇറക്കം സെയിം തന്നെയാണ്, കൈക്കുഴിയും സെയിം തന്നെയാണ്, വ്യത്യാസമൊന്നുമില്ല. വണ്ണം മാത്രം നമ്മൾ പ്രിൻസസ് കട്ട് ചെയ്യുന്നതുകൊണ്ട്, അതായത് ഇവിടെ ഒരു അടിപ്പ് വരുന്നതുകൊണ്ട് നമ്മൾ 1 ഇഞ്ച് കൂടുതലിട്ടു. ഇറക്കമെല്ലാം സെയിം തന്നെ. നമ്മളിവിടെ ഉള്ളിലൊരു ഫ്രണ്ട് വശത്ത് നമ്മൾ ഉള്ളിലൊരു കട്ടിങ് കൊടുത്തിട്ടാണ്, ബാൻഡ് പീസ് കൊടുത്തിട്ടാണ് നമ്മൾ കറക്റ്റ് ചെയ്യുന്നത്. നമ്മൾ കൈക്കുഴിയെല്ലാം വണ്ണം വരച്ചെടുത്തു. കഴുത്ത്, ഷോൾഡർ, കൈക്കുഴി, ഇറക്കമെല്ലാം അടിച്ചെടുത്തു. ഇനി നമുക്ക് തയ്യൽത്തുമ്പും കൂടി ഇട്ടിട്ട് കട്ട് ചെയ്യാം. നമ്മൾ സ്ലീവ്ലെസ്സിൻ്റെ ഫ്രണ്ട് വശം നമുക്ക് അധികം കുഴിച്ചു വെട്ടേണ്ട ആവശ്യമില്ല. നമ്മളൊരു 4 ഇഞ്ച് മാത്രമാണ് സ്ലീവ്ലെസ്സിൻ്റെ ഫ്രണ്ടിൽ കുഴിച്ചു വെട്ടുന്നത്. കാരണം സ്ലീവ്ലെസ് ആയതുകൊണ്ട് തന്നെ നമുക്കധികം ഇവിടെ കുഴിവ് ആവശ്യമില്ല. ഇത്തിരി കുഴിച്ചു കൊടുത്താൽ നമ്മുടെ ചെസ്റ്റ് ഭാഗത്തേക്ക് ഇറങ്ങി വയ്ക്കും. അപ്പോൾ അത് വൃത്തികേടായിരിക്കും, അതായത് കാണാൻ ഭംഗിയുണ്ടാവില്ല. അതുകൊണ്ട് തന്നെ നമ്മൾ അധികം കുഴിച്ചു കൊടുക്കാറില്ല. നമ്മൾ ഫ്രണ്ട് വശത്തെ കഴുത്തും കട്ട് ചെയ്യുകയാണ്. നമ്മൾ കഴുത്തും കട്ട് ചെയ്തിട്ടുണ്ട്. ഇനി നമ്മൾ പ്രിൻസസ് കട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ ടക്കിൻ്റെ ഇറക്കം എടുക്കുന്നു. 9.5 ഇഞ്ചാണ് ടക്ക് പോയിന്റ് ആയിട്ട് വരുന്നത്. അകലം വരുന്നത് 3.5 ഇഞ്ച്, 31. അപ്പം നമുക്ക് 3.25 ആയാലും മതി. പക്ഷെ ഇവിടെ അടിച്ചു പോകുന്നതുകൊണ്ട് നമ്മൾ 3.5 ഇഞ്ച് ഇട്ടതാണ്. ഇവിടെ നമ്മൾ 3.5 അടയാളപ്പെടുത്തുന്നു.
നമുക്ക് ഇവിടെ നിന്ന് 1.5 ഇഞ്ച് ഇങ്ങോട്ട് മാറ്റി ടക്കിന് വേണ്ടി. ഇവിടെ നിന്ന്, അതായത് നമ്മുടെ കൈക്കുഴിയുടെ അവിടെ നിന്ന് ഇങ്ങോട്ട് വരയ്ക്കുന്ന, ഇവിടെ നിന്ന് നേരെ അങ്ങോട്ട് പ്രിൻസസ് കട്ട് ഇങ്ങനെയാണ് വന്നിട്ടുള്ളത്. നമ്മൾ 1.5 ഇഞ്ച് ടക്കിൻ്റെ അകലം കൊടുത്തിട്ട് ഈ ഇറക്കത്തിലേക്ക് കറക്റ്റ് ചെയ്ത് അങ്ങനെ കിട്ടും. ഇതിൽ നമ്മൾ ഇത് കട്ട് ചെയ്ത് കളയേണ്ടതാണ്, ബാക്കി നമ്മൾ കട്ട് ചെയ്ത് എടുക്കും. പക്ഷെ ഞാൻ ഒരിക്കലും പ്രിൻസസ് കട്ട് തയ്ക്കുമ്പോൾ ബ്ലൗസ് പീസയിൽ പ്രിൻസസ് കട്ടിൻ്റെ കട്ട് ചെയ്യാറില്ല. പകരം ഞാൻ ലൈനിങ്ങിൽ കട്ട് ചെയ്തിട്ട് ആ കട്ടിങ് നമ്മൾ ലൈനിങ്ങിലാണ് കട്ട് ചെയ്യുന്നത്. ഇതിപ്പം ഞാൻ ലൈനിങ്ങിൽ കട്ട് ചെയ്തതാണ്. ഇങ്ങനെയാണ് വരുന്നത്. ഇങ്ങനെയാണ് നമ്മുടെ ലൈനിങ് കട്ട് ചെയ്തിട്ടുള്ളത്. ഇത് നമ്മൾ കട്ട് ചെയ്തെടുത്തു. ഇവിടെ നമ്മൾ ഇടിച്ചെടുത്തു. ഇങ്ങനെയാണ് ലൈനിങ്ങിൽ വന്നിട്ടുള്ളത്. ഇതടിക്കാൻ നേരത്താണ് നമ്മൾ ബ്ലൗസ് പീസയിൽ കട്ട് ചെയ്യുന്നത്. ഇത് നമ്മുടെ ഫ്രണ്ട് കട്ടാണ്, ചതുരമാണ് കട്ട് ചെയ്യുന്നത്. ഇത് നമ്മുടെ പ്രിൻസസ് കട്ടിൻ്റെ കട്ടിങ്, അതായത് ലൈനിങ് കട്ട് ചെയ്തതാണ്. ഇത് വെച്ചിട്ട് നമ്മൾ ഈ ബ്ലൗസിൻ്റെ പീസിലേക്ക് അറ്റാച്ച് ചെയ്തിട്ടാണ് നമ്മൾ കട്ട് ചെയ്യുന്നത്. എന്നിട്ട് ഓവർലോക്കും കൊടുത്താണ് നമ്മൾ അടിക്കുന്നത്. അപ്പോൾ നമ്മുടെ പുറകു വശവും മുൻവശവും കട്ട് ചെയ്തു. കൈയില്ലാത്തതുകൊണ്ട് തന്നെ നമ്മൾ ഇത്രയാണ് കട്ടിങ് ചെയ്യുന്നത്. ഇനി നമ്മുടെ ഈ താഴെ വശത്ത്, അതായത് നമ്മൾ അറ്റാച്ച് ചെയ്ത് കഴിയുമ്പോൾ ഒരു കട്ടിങ്ങും കൂടെ കൊടുത്ത് ഫിനിഷ് ചെയ്യുകയാണ് ചെയ്യുന്നത്. കൈക്കുഴി നമ്മൾ ക്രോസ് പീസ് വെച്ച് അടിച്ചു മറിക്കും. അപ്പം തയ്ക്കുന്ന നേരത്ത് ചില ഭാഗങ്ങൾ കാണിച്ചു തരാം. നമ്മൾ കോളിന് നമ്മൾ ക്രോസ് പീസ് കൊടുത്തിട്ടാണ് നമ്മൾ ഫിനിഷ് ചെയ്യുന്നത്. അതിനുള്ള ക്രോസ് പീസും കൂടെ നമുക്ക് കട്ട് ചെയ്തെടുക്കാം. നമ്മൾ ലൈനിങ് പീസ് വെച്ചിട്ട് നമ്മൾ ബ്ലൗസ് അടിക്കാൻ പോവാണ്. നമ്മൾ ഫ്രണ്ട് വശത്ത് നമ്മൾ ലൈനിങ് വെച്ചിട്ട് കഴുത്ത് അടിച്ചു മറിക്കാൻ പോവാണ്. ആദ്യം കഴുത്താണ് അടിച്ചു മറിക്കുന്നത്. നമ്മൾ ക്രോസ് പീസ് ഒന്നും കഴുത്തിന് കൊടുക്കുന്നില്ല. മുൻവശത്ത് ക്രോസ് പീസ് ഒന്നും കൊടുക്കുന്നില്ല. ചതുരക്കഴുത്ത് ആയതുകൊണ്ട് തന്നെ നമ്മൾ അടിച്ചു മറിക്കുകയാണ് ചെയ്യുന്നത്. നമ്മൾ ചതുരക്കഴുത്ത് അടിച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ലൈനിങ് ഉള്ളിലേക്ക് മറിച്ചിട്ട് കഴുത്ത് പതിച്ചെടുത്തെടുക്കാം. നമ്മൾ കഴുത്ത് അടിച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് പ്രിൻസസ് കട്ടിൻ്റെ ഷേപ്പ് അടിച്ചെടുക്കണം. അപ്പോൾ ഇങ്ങനെയാണ് നമ്മൾ ലൈനിങ് മാത്രം കട്ട് ചെയ്തിട്ട് നമ്മൾ അടിച്ചിട്ടുള്ളത്. ഇനി നമ്മൾ ഇതിലേക്ക് അറ്റാച്ച് ചെയ്യണം. ഇങ്ങനെ ചെയ്യുമ്പോൾ എന്താണെന്ന് വെച്ചാൽ ലൈനിങ്ങും ഈ തുണിയായിട്ട് മാറിപ്പോകാതിരിക്കും. കറക്റ്റ് നമുക്ക് ഏതെങ്കിലും ഒന്ന് കട്ട് ചെയ്യാതെ നമ്മൾ അടിക്കുമ്പോൾ കറക്റ്റായിട്ട് നമുക്ക് അവിടെ ഫിക്സ് ചെയ്യാൻ പറ്റും. നമ്മൾ ഒരു സൈഡിലത്തെ പീസും കൊണ്ട് അടിക്കുകയാണ്. അങ്ങനെ വെച്ചിട്ട് ഇത് നമ്മൾ അറ്റാച്ച് ചെയ്തെടുക്കും. അതിന് ശേഷമാണ് നമ്മൾ കട്ട് ചെയ്യുന്നത്. ഇത് നമ്മൾ അറ്റാച്ച് ചെയ്തെടുത്തു. ഇനി നമുക്കിത് കട്ട് ചെയ്തെടുക്കാം. അപ്പോൾ ഇപ്രാവശ്യം അതുപോലെ തന്നെ അടിച്ചെടുത്തിട്ട് കാണിച്ചു തരാം.
നമ്മൾ ഇതിലൂടെ നമ്മൾ കട്ട് ചെയ്തെടുക്കുകയാണ്. ഷേപ്പിനൊന്നും വ്യത്യാസം വരാതെ നമുക്ക് നല്ല പെർഫെക്റ്റ് ആയിട്ട് പ്രിൻസസ് കട്ട് കിട്ടുകയും ചെയ്യും. അപ്പോൾ നമുക്ക് പ്രാവശ്യം കൂടെ അടിച്ചിട്ട് കാണിക്കാം. നമ്മളെ കഴുത്ത് അടിച്ച ഷേപ്പും കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനി നമ്മളിവിടെ വെച്ചിട്ടുണ്ട് കറക്റ്റ് പോയിന്റിൻ്റെ അവിടെ രണ്ട് വശത്തും വെച്ചിട്ടുണ്ട്. ഇനി നമ്മൾ സൈഡ് പീസ് വെച്ച് കൊടുക്കുന്ന ഈ നോച്ച് ചേർത്തിട്ട് നടുക്കുന്നാണ് തുടങ്ങുന്നത്. ഇതിൽ നമ്മൾ വെച്ചിട്ടുണ്ട്. ആ കൃത്യം നോച്ചും കൂടെ കൃത്യമായിട്ട് വെക്കുന്നു. നടുക്കുന്ന് അടിച്ചു തുടങ്ങുമ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ടും തുണി വലിഞ്ഞു പോവുകയോ കൂടുതൽ വരികയോ ചെയ്യില്ല. കൃത്യമായിട്ട് നമുക്ക് ആ പോയിന്റ് കറക്റ്റായിട്ട് കിട്ടുകയും ചെയ്യും. വലിക്കാതെ പതുക്കെ വെച്ച് കൊടുക്കാം. നമുക്ക് കൃത്യമായിട്ട് അടിച്ചെടുക്കാൻ പറ്റിയിട്ടുണ്ട്. നമുക്ക് ഇവിടെ ഒന്നും നമുക്ക് കൂടുതൽ വന്നിട്ടില്ല. കറക്റ്റായിട്ട് ആ രണ്ട് പീസും കൂടെ കറക്റ്റ് അളവിലാണ് വന്നിട്ടുള്ളത്. അല്ലെങ്കിൽ നമ്മൾ ഒരു സൈഡിൽ നിന്നാണ് തുടങ്ങുന്നതെങ്കിൽ ഏതെങ്കിലും ഒരു സൈഡിലേക്ക് വലിഞ്ഞിട്ട് നമുക്കത് ഒരു വശം കൂടുതലായി പോകും. അപ്പോൾ നമുക്ക് കൃത്യമായിട്ട് ഇവിടെ കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്കിത് പതിച്ചടിക്കണം. ഈ പീസും കൂടെ നമുക്ക് കൊടുക്കണം. അടിച്ചു കൊടുക്കണം. നമ്മളങ്ങനെ പ്രിൻസസ് കട്ട് അടിച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഓവർലോക്കും ചെയ്ത് പതിച്ചെടുത്തിട്ടുണ്ട്. അങ്ങനെ ഉണ്ട്. രണ്ട് വശം തയ്ച്ചെടുത്തിട്ടുണ്ട്. പ്രിൻസസ് കട്ട് പോലെ നമ്മൾ ഇവിടെ പടി കൊടുത്തിട്ടുണ്ട്. കട്ടിങ്ങും ബാൻഡ് പീസ് പോലെ നമ്മൾ ഒരു കട്ടിങ്ങും കൊടുത്തിട്ടുണ്ട്. വശത്ത് രണ്ട് വശത്ത് അടിവശത്ത്. അപ്പം പ്രിൻസസ് കട്ട് നമ്മൾ പതിച്ചെടുത്തിട്ടുണ്ട്. ഓവർലോക്ക് ചെയ്തിട്ടുണ്ട്. കഴുത്തടിച്ച് മറിച്ചു. ഇനി നമുക്ക് പുറകുവശം കൊണ്ട് അടിച്ചിട്ട് ഷോൾഡറും ഫിറ്റ് ചെയ്ത് ഷോൾഡറും അറ്റാച്ച് ചെയ്ത് ക്രോസ് പീസും കൊടുത്ത് നമ്മുടെ ബ്ലൗസിൻ്റെ സ്റ്റിച്ചിങ് കഴിഞ്ഞു. അപ്പോൾ ഇനി അടിച്ചു കഴിഞ്ഞിട്ട് കാണിക്കാം. അങ്ങനെ നമ്മുടെ സ്ലീവ്ലെസ് ബ്ലൗസ് റെഡി ആയിട്ടുണ്ട്. തയ്ച്ചൊക്കെ കഴിഞ്ഞിട്ടുണ്ട്. ഫ്രണ്ട് വശത്ത് നമ്മൾ കട്ടിങ് പോലെ നമ്മൾ കൊടിച്ചു കൊടുത്തിട്ടുണ്ട്. ഫ്രണ്ട് വശത്ത് നമ്മൾ കട്ടിങ് അടിയിൽ വെച്ച് കൊടുത്ത് അടിച്ചിട്ടുണ്ട്. പ്രിൻസസ് കട്ടാണ് അടിച്ചേക്കുന്നത്. സ്ലീവ്ലെസ് ആണ്. ഫ്രണ്ടിൽ ചതുരക്കഴുത്തും പുറകിൽ യു കഴുത്തുമാണ് അടിച്ചേക്കുന്നത്. ഇതിൻ്റെ കട്ടിങ്ങും സ്റ്റിച്ചിങ്ങുമായ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക. അപ്പോൾ വീണ്ടും നല്ലൊരു വീഡിയോ ആയിട്ട് വേഗം വരാം. താങ്ക് യു.